ദിവസമാണ് ഗായിക സുചിത്ര നടി റീമ കല്ലിങ്കലിനും ആഷി കപൂറിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. റീമ കല്ലിങ്കലിന്റെ വീട്ടിൽ ലഹരി പാർട്ടികൾ നടക്കുന്നുണ്ടെന്നും റീമ കല്ലിങ്കലിന്റെ കരിയറിനെ ബാധിച്ചത് ലഹരി ഉപയോഗമാണെന്നും സുചിത്ര ആരോപിച്ചു. ആരോപണത്തിന് പിന്നാലെ റീമയ്ക്കും ആഷി കപൂറിനും നേരെ വ്യാപകമായി ട്രോളുകളും വരുന്നുണ്ട്. എന്നാൽ ആരോപണത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ആരും തയ്യാറാകുന്നില്ലെന്നും അഭിപ്രായമുണ്ട്. അടിസ്ഥാനരഹിതമായ പല ആരോപണങ്ങളും ഉന്നയിക്കുന്ന വ്യക്തിയാണ് സുചിത്ര എന്നാണ് ചിലരുടെ അഭിപ്രായം. അടുത്തിടെയാണ് തന്റെ മുൻ ഭർത്താവ് കാർത്തിക് കുമാറിനെതിരെയും ധനുഷ്, തൃഷ തുടങ്ങിയ തമിഴ് താരങ്ങൾക്കെതിരെയും വലിയ ആരോപണങ്ങൾ സുചിത്ര ഉന്നയിച്ചത്. കാർത്തിക് കുമാർ ഗേ ആണെന്നും വിവാഹത്തിന് ശേഷമാണ് തനിക്ക് ഇക്കാര്യം മനസ്സിലായതെന്നും സുചിത്ര ആരോപിച്ചു. വിവാഹം കഴിഞ്ഞ ശേഷവും തന്റെ 2 ആൺ സുഹൃത്തുക്കളുമായി കാർത്തിക് രഹസ്യബന്ധം വെച്ചുവെന്നും താൻ ഇക്കാര്യം കാർത്തികിനോട് നേരിട്ട് ചോദിച്ചുവെന്നും എന്നാൽ കാർത്തിക് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തതെന്നും തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ സുജി ലീക്സ് എന്ന പേരിൽ വിവാദ ഫോട്ടോകൾ പ്രചരിപ്പിച്ചത് കാർത്തിക് കുമാറും ധനുഷും സംഘവും ചേർന്നാണെന്നും സുചിത്ര ആരോപിച്ചു. ഇതോടെയാണ് സുചിത്രയുടെ വ്യക്തി ജീവിതത്തിലേക്ക് ജനശ്രദ്ധ പോയത്. ടെലിവിഷൻ ആങ്കറിൽ നിന്നും പിന്നണി ഗായികയായി മാറിയ സുചിത്ര വളരെ പെട്ടെന്ന് തമിഴകത്തെ സെൻസേഷണൽ ഗായികയായി. എന്നാൽ 2017 സുജി ലീക്സ് വിവാദത്തിൽ അകപ്പെട്ടതോടെ സുചിത്രയുടെ കരിയർ തന്നെ ഇല്ലാതായി. അന്ന് സുചിത്രയുടെ ഭർത്താവായിരുന്ന കാർത്തിക് കുമാർ നൽകിയ വിശദീകരണവും ചർച്ചയായി. സുചിത്ര മാനസികമായി ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണെന്ന് കാർത്തിക് തുറന്നു പറഞ്ഞു. സുചിത്രയുടെ ആരോപണങ്ങൾ കാര്യമായി എടുക്കരുതെന്നും കാർത്തിക് കുമാർ പറഞ്ഞു. സുജി ലീക്സുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ഇവർ വേർപിരിയുകയും ചെയ്തു. പിന്നീട് രാജ എന്ന അഭിഭാഷകനെ സുചിത്ര വിവാഹം ചെയ്തു. ഈ വിവാഹബന്ധവും തകർന്നെന്ന് അടുത്തിടെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ സുചിത്ര വ്യക്തമാക്കി. പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സുചിത്ര ചിലപ്പോൾ വീഡിയോകളിൽ സംസാരിക്കാറുണ്ട് എന്നാണ് ചിലരുടെ വിമർശനം. മാനസികമായി വലിയ ആഘാതമുണ്ടാക്കിയ കുട്ടിക്കാലമായിരുന്നു സുചിത്രയുടേത്. സുചിത്രയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടു. സുനിത എന്ന സഹോദരിയും ഗായികയ്ക്കുണ്ട്. സുചിത്രയ്ക്ക് മാനസികമായി പ്രശ്നങ്ങളുണ്ടെന്ന് സഹോദരിയും ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ സുചിത്രയെ കുറിച്ച് മണിക്കൂറുകൾ കാണാതായിരുന്നു. അന്ന് പോലീസിന് നൽകിയ പരാതിയിലാണ് സഹോദരി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർ പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കെ കഴിഞ്ഞ ദിവസമാണ് നടി റീമ കല്ലിങ്കലിനും സംവിധായകൻ ആഷി കപൂറിനുമെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തി സുചിത്ര രംഗത്തെത്തിയത്. ഇവരുടെ വീട്ടിൽ ലഹരി പാർട്ടികൾ നടക്കാറുണ്ടെന്നും പെൺകുട്ടികൾ ലൈംഗികമായി അവിടെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നും സുചിത്ര വെളിപ്പെടുത്തിയിരുന്നു. ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സുചിത്രയുടെ തുറന്നു പറച്ചിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു സുചിത്ര. റീമ കല്ലിങ്കലിന്റെ കരിയർ തന്നെ നശിച്ചത് അവർ നടത്തിയ ലഹരി പാർട്ടികൾ കൊണ്ടാണെന്നും കൊച്ചിയിൽ നടന്ന റെയ്ഡെല്ലാം ആരുടെ വീട്ടിലാണ് നടന്നതെന്നും റീമ കല്ലിങ്കലും ആഷി കപൂറുമാണ് ലഹരി പാർട്ടികൾ നടത്തുന്നതെന്നും അങ്ങനെയുള്ള റീമ കല്ലിങ്കലാണോ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറയുന്നതെന്നും സുചിത്ര ചോദിച്ചിരുന്നു. മാത്രമല്ല എത്രയോ പെൺകുട്ടികളെ അവർ ലഹരിക്ക് അടിമയാക്കിയിട്ടുണ്ടെന്നും ലഹരി ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ഒരുപാട് പാവം പെൺകുട്ടികൾക്ക് ലഹരി ആദ്യം നൽകിയത് റീമ കല്ലിങ്കലാണെന്നും റീമയുടെ വീട്ടിൽ നടന്ന പാർട്ടികളിൽ എത്ര പെൺകുട്ടികൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഒക്കെ സുചിത്ര പറയുകയുണ്ടായി. അതേസമയം തമിഴ് ഗായിക സുചിത്രയ്ക്കെതിരെ നിയമ നടപടിയുമായി നടി റീമ കല്ലിങ്കലും എത്തിയിട്ടുണ്ട്. സുചിത്രയ്ക്കെതിരെ സിനിമാ മേഖലയിലെ പരാതികൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് റീമ കല്ലിങ്കൽ പരാതി നൽകിയിരിക്കുകയാണ്. ഒപ്പം മാനനഷ്ടത്തിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടും നോട്ടീസ് അയച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.